ഞാൻ പറഞ്ഞത് എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് വേണമെങ്കിലും പറയും. അത് പറഞ്ഞോട്ടെ, അതിൽ കുഴപ്പമില്ല. സംഗീതം പോകുന്ന പോക്ക് അവിടെ. ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ആരംഭിച്ചാൽ A.R. റഹ്മാൻ അല്ല. അവന് സംഗീതത്തിന്റെ പറ്റി സംസാരിക്കാൻ പോലും അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഇൻസ്ട്രുമെന്റ് പോലും പ്ലേ അറിയില്ല. അവൻ നോക്കിയപ്പോൾ ഏതോ ഒരു പാട്ടിന് അവൻ ഓർക്കസ്ട്രേഷൻ ചെയ്തു. സംഗീതത്തിന്റെ പുലബന്ധം പോലും ഇല്ലാതെ ഒരു പാട്ട് കൊടുത്തവൻ അവൻ കമ്പ്യൂട്ടറിൽ കയറി പോയിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ഇടയ്ക്ക് തന്നെ ഞാൻ കണ്ടു ഇളയരാജ സാറ് പറയുന്നത്. ഞാൻ രണ്ടാമത് ഞെട്ടിയത്, എനിക്കറിയുന്ന ഒരു അനിയൻ പയ്യൻ, അവന് സംഗീതത്തിന്റെ പറ്റി സംസാരിക്കാൻ പോലും അറിയുന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഇൻസ്ട്രുമെന്റ് പോലും പ്ലേ അറിയില്ല. അവൻ നോക്കിയപ്പോൾ ഏതോ ഒരു പാട്ടിന് അവൻ ഓർക്കസ്ട്രേഷൻ ചെയ്തു. ഞാൻ ചോദിച്ചു, നീ ഓർക്കസ്ട്രേഷൻ എങ്ങനെ ചെയ്തു? അല്ല, വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് ഓക്കെ. അല്ല, ഇത് എങ്ങനെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നീ ചെയ്തു? അത് ഞാൻ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് കോഡ്സിന്റെ പ്രോഗ്രഷനോ മറ്റൊക്കെ നോക്കിയത്. സംഗീതം പോകുന്ന പോക്ക് എവിടെ? സാധാരണക്കാർക്ക് അറിയില്ല. സാധാരണ ഒരു കേൾവിക്കാരനെ സംഭവത്തുള്ള അതിലെന്താ കുഴപ്പമെന്ന് ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് വേണമെങ്കിലും പറയും. അത് പറഞ്ഞോട്ടെ, അതിൽ കുഴപ്പമില്ല. സംഗീത ബോധമുള്ളവന് ഞെട്ടിപ്പോവും. സംഗീതത്തിന്റെ പുലബന്ധം പോലും ഇല്ലാതെ ഒരു പാട്ട് കൊടുത്തവൻ അവൻ കമ്പ്യൂട്ടറിൽ കയറി പോയിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു, നീ ചെയ്തു? ഞാൻ ചെയ്തു. എന്ത് മനസ്സിലാക്കിയിട്ടാണ്? ഞാൻ ഒന്നും വേണ്ടിയില്ല. കാരണം എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവൻ ഓർക്കസ്ട്രേഷൻ ചെയ്തത്? ഒരു രാഗമാണോ, റൂട്ടാണോ? ആ റൂട്ടിൽ രാഗവും റൂട്ടുമാണ്. നമുക്ക് കോഴ്സിന്റെ പ്രോഗ്രഷൻ എടുത്ത് വെക്കാം. റൂട്ടിൽ എങ്ങനെ പ്രോഗ്രഷൻ വെക്കാൻ പറ്റുന്നത്? ഞാനൊരു റൂട്ട് വെച്ചിട്ടല്ലേ ഞാനൊരു പാട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് അനുസ്വരങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഡിയുടെ പാട്ടിൽ ഡിയിലാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഡിയുടെ പ്രോഗ്രഷൻ എന്നാണെന്ന് വെച്ചാൽ ഡിസ് പലത്തും വരത്തില്ലേ. ഞാൻ വേറെ സ്ഥലത്ത് സാധനം വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഷാർപ്പ് നോട്ടുകളും ഡിമ്പും ഒക്കെ വരാൻ സ്ഥലത്ത് പല സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട്. ഇവരിത് എവിടെ കൊണ്ടുവയ്ക്കും ഈ സാധനം? ഈ കമ്പോസ് ചെയ്യുന്നവന് ഇത് എവിടെ, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത് ഇത് എവിടെ കൊണ്ടുവയ്ക്കും? സംഗീതത്തിന്റെ പുലബന്ധമില്ലാത്തത്. ഞാൻ ഞെട്ടിപ്പോയി. ഒന്നും മിണ്ടിയില്ല. അതൊന്നും മിണ്ടാതിരിക്കുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നി. സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സംസാരിച്ചാൽ വെറുതെ ഒരു തർക്കത്തിലേക്കും അതിലേറെ പിണക്കത്തിലേക്കും പോകും. സംഗീതം എന്ന് പറയുന്നത് വളരെ വലിയ ദാനമാണ്. ചെറിയൊരു കളികളൊന്നുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ കണ്ടു ഇളയരാജ സാറ് പറയുന്നത്, മലയാളത്തിൽ എന്തുകൊണ്ട് വന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാൻ വന്നില്ല. അതുമല്ല, അത് സാറിൻ്റെ നമ്മൾ ഇവിടുത്തെ ഒരു ഭാഷ കുറച്ച് അറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗമാണ്. അതിനകത്ത് തെറ്റായിട്ടല്ല ഞാൻ പറഞ്ഞത്. മലയാളത്തിൽ എല്ലാ ചെറുക്കന്മാരെയും വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്. എല്ലാ ചെറുക്കന്മാരും സംഗീത സംവിധായകരാണ്. സാറ് പറഞ്ഞു, ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ സാർ. വളരെ അടുത്ത സമയത്താണ് സാർ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടത്. ഗൾഫിൽ വെച്ചിട്ട് എന്തോ ഒരു ഫംഗ്ഷൻ, മലയാളത്തിൻ്റെ ഒരു ഫംഗ്ഷൻ, ബുക്ക് റിലീസോ സംതിങ് എന്തോ വെച്ചിട്ടാണ്. അപ്പം സംഗീതം താഴോട്ട് പോയി എന്നുള്ളതാണ്. സാറിനെയും വിളിക്കുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ ആരംഭിച്ചാൽ A.R. റഹ്മാൻ അല്ല, ഒരിക്കലുമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലുത് ആരെന്ന് വെച്ചാൽ ഇളയരാജയാണ്. മലയാളത്തിൽ സ്വാമിയും പോയി. ഇളയരാജയുടെ ഗിറ്റാറിസ്റ്റായിരുന്നു. അങ്ങനെ മാഷൻ്റെ അതാണ് എനിക്ക് ഞങ്ങളെ തെറ്റുന്ന അവിടെയാണ്. മാഷോട്ട് നല്ല കമ്പനിയായിരുന്നു. ഞാൻ മേളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് വേണം. ഇത് ഞാൻ പറയുന്നത്, ഒരു സെക്കൻഡിൽ എത്രയോ ഷോട്ടുകൾ എൻ്റെ മൈൻഡിൽ കൂടെ. എൻ്റെ സംഗീത ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതാണ്. ഇവിടെ വന്നത് 7:45. ദേവരാം മാഷ് 3:30 മണി മുതൽ എനിക്ക് വെച്ച്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്, അന്നേ ഒരു സിനിമ ഉണ്ട്, അത് മാധുരി അമ്മ മാത്രമാണ്. അവിടെ കൊയറ് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ നാറൂരിൽ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഗേറ്റ് കൂട്ടും. നീ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരുത്തനെ വെച്ച് വായിച്ചളയും. പോയ മാഷ തിരിച്ചു, എന്ത് വേണം, നിനക്ക് എത്ര പേര് കൂട്ട് വേണം?